ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ വെരി ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ അബൌട്ട് സ്റ്റഡീസ് കാര്യങ്ങളൊന്നുമല്ല, ഇറ്റ് ഈസ് അബൌട്ട് മൈ സെൽഫ്. എല്ലാവർക്കും അതിന് മുമ്പേ ആയിട്ട് വെരി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഇന്ന് 4th ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഞാൻ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നാലേ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈ ലൈഫ് ഇൻ 2024 ആണ്. ഹൗ മൈ ലൈഫ് ചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ 2024 എങ്ങനെയായിരുന്നു ഒരു നഴ്സിംഗിൻ്റെ ആ ഒരു എൻഡ് പീരീഡ് ആയിരുന്നു 2024 എന്ന് പറയുന്നത്. ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാതെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ജർമ്മനി എന്നുള്ള കൺട്രി എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. കംപ്ലീറ്റ്ലി അബൌട്ട് മൈ എക്സ്പീരിയൻസസ് ആൻഡ് മൈ ലൈഫ് ആഫ്റ്റർ നഴ്സിംഗ് കോളേജ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി 2024 എൻ്റെ അവസാനത്തെ മിസ്റ്റേക്ക് ആയിരുന്നു. അറിയാതെ ഞാൻ അതിൽ എന്തുവാ ന്യൂ ഇയർ ആയിട്ട് 2024 എന്ന് തന്നെ ഇട്ടുപോയി, അല്ലെങ്കിൽ ടു എ ന്യൂ ഇയർ 2024 അങ്ങനെ ഇട്ടു. എനിക്ക് കണ്ടിട്ടോ പരിചയമില്ലാന്നിട്ടോ അറിയാത്ത എത്രയോ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. 2024 അല്ല, 25 ആണത്. എനിവേ, മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു. എൻ്റെ 2024 അവസാനത്തെ മിസ്റ്റേക്ക് ഇത്രയും പേര് നോട്ടീസ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം നഴ്സിംഗ് പഠിച്ച് തീരുന്ന ആ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിന് എക്സ്പെഷ്യലി ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻസ് ആണ്. എവിടെ പോകണം? OET പഠിക്കണോ, IELT പഠിക്കണോ, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എടുക്കണോ, നാട്ടിൽ തന്നെ നിൽക്കണോ, PSC ടെസ്റ്റ് എഴുതണോ, അങ്ങനെയൊക്കെയുള്ളത് ഒരുപാട് കൺഫ്യൂഷൻസ്. ആൻഡ് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും. OET പഠിക്കാൻ വരാൻ പറഞ്ഞിട്ട്, IELT പഠിക്കാൻ പറഞ്ഞിട്ട്, ജർമ്മൻ പഠിക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ. ഇപ്പോഴാണ് ഞാൻ കൂടുതലും ജർമ്മൻ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ 2024 സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ജർമ്മൻ അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ജർമ്മൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രിയിലേക്ക് പോവാം എന്നുള്ളത് എൻ്റെ ബ്രെയിനിൻ്റെ ഒരു കോണിൽ പോലും ഇല്ലാതിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. അത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു അത്. അപ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു നോർക്ക റൂട്ട്സിൻ്റെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ പണ്ടും കണ്ടു ഞാൻ ഇട്ടിട്ടുണ്ട്. നോർക്ക റൂട്ട്സിൻ്റെ ആ ഒരു സെമിനാർ പോലുള്ള ഒരു സെഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ കൺട്രിയെ പറ്റിയിട്ടും അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. UAE പോകുന്ന കാര്യമായാലും, ഓസ്ട്രേലിയ, കാനഡ, USA, UK, അങ്ങനെ എല്ലാ കൺട്രികളെ പറ്റിയിട്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ വ്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജർമ്മനും അവർ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ജർമ്മനിയെ പറ്റിയിട്ടും കംപ്ലീറ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജർമ്മനിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. തോന്നുന്നു ജർമ്മനിയെ പറ്റിയിട്ട് ഒന്നും കേട്ടിട്ടില്ല. കാരണം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് തന്നെ കേട്ടിട്ടുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 എൻ്റെ ആ ഒരു നഴ്സിംഗിൻ്റെ ഫൈനൽ എക്സാം വന്നു. നല്ല ടെൻഷൻ പിടിച്ചിട്ടുള്ള ഒരു എക്സാമും സ്റ്റഡീസും ഒക്കെ ആയിരുന്നു. കാരണം മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എനിക്കൊരു സപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ഇയറിലും എനിക്ക് സപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു, തേർഡ് ഇയറും ഫോർത്ത് ഇയറും ആണ് വരാത്തത്. അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എനിക്ക് ഓരോ സപ്ലൈ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആരും അറിയത്തില്ല. കാരണം ഫസ്റ്റ് ഇയർ സപ്ലൈ വന്നാലും സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലൈ അങ്ങ് എഴുതി പോകാമല്ലോ. സെക്കൻഡ് ഇയർ ആയപ്പോഴും അതുപോലെ ആയിരുന്നു. വലുതായിട്ട് അങ്ങനെ അറിയത്ത ഇതൊന്നും ഇല്ലായിരുന്നു. നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും അറിയത്തില്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പാസ്സായി പോകാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഫോർത്ത് ഇയർ ആകുമ്പോൾ നഴ്സിംഗ് കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം. നഴ്സിംഗ് കഴിയാൻ പോവുകയാണ്, ഫോർത്ത് ഇയർ പഠിക്കുകയായിരുന്നു, അപ്പോൾ ഈ ഒരു നഴ്സിംഗ് കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ പാസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേ ജോലിക്ക് കയറിയില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് എടുക്കാനേ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു. എനിക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ പിന്നെയും പോട്ടെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും അതേപോലെ OBGയും നല്ല കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ടൈം ഇരുന്ന് പഠിത്തത്തിൽ തന്നെയായിരുന്നു. ഏറ്റവും വലുതായിട്ട് പഠിക്കാനുള്ള മോട്ടിവേഷൻ തന്നെ ഡ്രീം ടു ഫിനിഷ് നഴ്സിംഗ് ആൻഡ് ഗോ സംവെയർ എൽസ്, ഫ്ലൈ ഹൈ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ വരുമല്ലോ നമുക്ക് പഠിക്കാനായിട്ട്. അങ്ങനെ ഒരു സ്ട്രോങ് പഠിത്തത്തിലേക്ക് പോയായിരുന്നു ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയപ്പോൾ. ഫൈനൽ എക്സാമിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാം വന്നപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടിക്കൽ സെക്ഷൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ 4th ഇയറിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്
യൂറിൻ ഷുഗർ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്താ നമ്മളൊരു അറിയാത്ത, നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് നമുക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻ്റ് വരുന്നതെങ്കിലും പറയാം. ഇത് ഒട്ടും പരിചയമില്ലാത്ത ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട്, നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്, നമ്മൾക്ക് കുറച്ച് ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവർ ചിലപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് പോകുമായിരിക്കും, അവർ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പണിയായിട്ടൊക്കെ നിൽക്കുമായിരിക്കും. ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഇതാണ്. അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ഒരു പരിപാടി എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. നമ്മൾ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ ആ ഒരു കാര്യം ഇഷ്ടമില്ല. അതിലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് യൂറിൻ ഷുഗർ ടെസ്റ്റ് ചെയ്യുകയും അവരുടെ അസസ്മെൻറ്റ് ചെയ്യുകയും എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് പിന്നെ സഹിക്കാം. എനിക്ക് യൂറിൻ ഷുഗർ ടെസ്റ്റ് ഒന്നും ചെയ്യാനേ ഇഷ്ടമല്ലായിരുന്നു. കാരണം ടെക്നോളജി അങ്ങോട്ട് വളർന്നു. ടെക്നോളജി എന്ന് പറയുന്ന കാര്യം അങ്ങ് ഒരുപാട് വളർന്നു. തൊട്ടപ്പുറത്ത് ഒരു ആ PHCയിൽ ചെന്നിട്ട് അവർക്ക് യൂറിൻ കൊടുക്കുക, ടെസ്റ്റ് ചെയ്തിട്ട് വരാനുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെന്ന് വീട്ടുകാരോട് ഇത്തിരി യൂറിൻ തരോ ചേച്ചി എന്ന് പറയുക, അവർ യൂറിൻ എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് അവരുടെ വീട്ടിൻ്റെ സൈഡിൽ എങ്ങാനും പോയിരുന്ന് ടെസ്റ്റ് ട്യൂബിൽ ആ യൂറിൻ ഒഴിച്ചിട്ട് ഇങ്ങനെ ചൂടാക്കുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്കത് കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടിക്കൽ സെക്ഷൻ ആകുമ്പോൾ എനിക്കങ്ങ് കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടിക്കൽ എന്താവോ എന്തോ, വീട്ടുകാർ നല്ലതല്ലെങ്കിൽ പ്രാക്ടിക്കൽ കുഴഞ്ഞു പോകും. ആ ഒരു അവസ്ഥയിലായിരുന്നു ഇന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടിക്കലിനായിരുന്നു ഞാനൊരു ഇത്തിരി പേടിച്ചത്. OBG ഒക്കെ പിന്നെയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ചേച്ചിമാരൊക്കെ ഇത്തിരി കൂളായിരുന്നു. നമ്മളുടെ സെയിം ഏജ് ആയിരുന്നു. നമ്മളെക്കാൾ ഇളയ ചേച്ചിമാരായിരുന്നു. പോട്ടെ, നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ നമ്മളൊരിക്കലും പോടി വാടി എന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചേച്ചിന്ന് തന്നെയാണ് വിളിക്കുമായിരുന്നത്. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഏജ് എഴുതത്തില്ലേ, ചേച്ചി ഏജ് എത്രയാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും 19 years 20 years എന്ന്. ഇവിടെ 23 years ആയിട്ട് ഞാനിങ്ങനെ അവരുടെ ഹിസ്റ്ററി എടുത്ത് നടക്കുക എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. അപ്പം ഞാൻ ചേച്ചി എന്നാണ് വിളിച്ചതെങ്കിൽ നമ്മൾ ചേച്ചി അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഈ ഒരു OBG കാര്യങ്ങളിലൊക്കെ. ബട്ട് കമ്മ്യൂണിറ്റി അങ്ങനെ അല്ലായിരുന്നു. വീട്ടുകാർ ഏത് തരക്കാരാ, വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് എനിക്കത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് കരുതിയിട്ട് ഐ ആം ലൈക്ക് ഇൻട്രോവേർട്ട്ലി എക്സ്ട്രോവേർട്ട്. ഒരാൾ പെട്ടെന്ന് ചെന്നൊരു കടയിൽ ചെന്നൊരു കാര്യം ചോദിക്കാനായാലും, പെട്ടെന്ന് ഒരാളോട് ചെന്ന് അറിയാത്ത ആളോടൊന്ന് ചെന്ന് പെട്ടെന്ന് സംസാരിക്കാനായാലും ഞാൻ ഇത്തിരി ആദ്യം ഒന്ന് അതിന് ശേഷം മാത്രമേ എനിക്ക് അങ്ങോട്ട് ഫ്ലുവൻസി കിട്ടുള്ളൂ. അപ്പോൾ അതെനിക്കൊരു ഇത്തിരി പ്രോബ്ലമാണ്. അതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിറ്റി പ്രാക്ടിക്കൽ എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. 2 പേര് വന്ന് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എടുത്തത്. അതിനുശേഷം അവർ പറഞ്ഞു ലൈക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവർ പഠിപ്പിക്കും. അവർ തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കും, അവർ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ശരിയാക്കി തരും, ഹോസ്പിറ്റലും അവർ തന്നെ ശരിയാക്കി തരും. അതിൻ്റെ കൂടെ എന്താ ഹോസ്റ്റല്, ഫുഡ് അതൊക്കെ തന്നെ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ നമുക്കൊരു ഇത്തിരി ചെറിയൊരു അട്രാക്ഷൻ, കൊള്ളാലോ സംഭവം എന്നുള്ളൊരിത്. അപ്പോൾ ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. ആ ഒരു ടൈമിൽ വിചാരിച്ചിട്ട് പേര് കൊടുത്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ള പേര് കൊടുത്തു. എന്നിട്ട് എന്ന് വരാം എന്ന് ചോദിച്ചു. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഇടയിൽ എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഇല്ലായിരുന്ന ദിവസമായിരുന്നു, ബട്ട് കുറേ പേർക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഒരു ഡേ ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കിട്ടൂല അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ അവർ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ കണ്ടക്ട് ചെയ്തു. അതിനുശേഷം എക്സാംസ് ഒക്കെ കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലായിരുന്നു എനിക്കൊരു മെയിൽ പെട്ടെന്ന് വന്നത്. ലൈക്ക് ഐ എം സെലക്റ്റഡ് ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ. ആ ഒരു ജർമ്മൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു ലാംഗ്വേജ് കോഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് റിപ്ലൈ മെയിൽ അവർക്ക് അയക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഒരു മെയിൽ വന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിലാണ് ജർമ്മൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സെർച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ജർമ്മനി എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എന്തായാലും ഒന്ന് ലാംഗ്വേജ് ട്രൈ ചെയ്ത് നോക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് കയറി എക്സ്പീരിയൻസിന് പോകണ്ടല്ലോ, പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പോകണ്ടല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചു. ഞാൻ റിപ്ലൈ മെയിൽ കൊടുത്തു, ഐ എം ഓക്കെ ടു ലേൺ ജർമ്മൻ ലാംഗ്വേജ് എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടാണ് ഞാൻ ജർമ്മനിയെ പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഫൈനലി റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിലേക്ക് കടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു ലാംഗ്വേജ് അല്ലേ, ഇംഗ്ലീഷ് പഠിക്കുക, മലയാളം പഠിക്കുക, അതുപോലെ ഈസി ആയിട്ട് അങ്ങ് ജർമ്മനും പഠിക്കുക, അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത്രയും ടഫാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എൻ്റെ ഒരു 2024 ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. കുറച്ച് ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, ബട്ട് കുറച്ച് ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് 2024 എക്സാംസ് കഴിഞ്ഞതിന് ശേഷമാണ്. ഞാനിങ്ങനെ ഫേസ് കാണിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ യൂട്യൂബും എനിക്ക് അങ്ങോട്ട് ഇത്തിരി ഗ്രോ ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് പറ്റും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ വിചാരങ്ങളൊക്കെ വെറും വിചാരങ്ങളായിട്ട് ഇരുന്നതേ ഉള്ളൂ, ഒന്നും
ഒന്നും നടന്നില്ല. കാരണം നഴ്സിംഗ് പഠിച്ചതിനേക്കാളും ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴാണ് പഠിക്കുന്നത്. ഞാൻ അതിന് മുന്നേ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ഞാൻ ഈ ടീച്ചിങ് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. അനാട്ടമിയുടെ ലെസൺസ് ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തത് ജർമ്മൻ പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ കിട്ടുമല്ലോ, ഒരുപാട് ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമ്മുടെ അനാട്ടമി, പണ്ടത്തെ അനാട്ടമി ഒക്കെ പഠിച്ച് ഒന്നും കൂടെ ഒന്ന് പഠിച്ച് അതിനെ അങ്ങ് ടീച്ചിങ് വീഡിയോ ആയിട്ടൊക്കെ അങ്ങ് ഇടുമ്പോഴത്തേക്കും ഓക്കെ ആയിരിക്കും, അപ്പോൾ അതങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ പോകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിനുള്ള ടൈം ഒട്ടും തന്നെ എനിക്കില്ല. ഒട്ടും തന്നെ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ അത്ര ബുദ്ധിയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ ഒന്നും പഠിച്ച കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ ഒരു ഫസ്റ്റ് ഇയർ പഠിച്ചത് ഞാനൊരു ക്ലാസ് ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പഠിക്കണം. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം എനിക്കില്ല. വീഡിയോ ഇങ്ങനെ ഇടുന്ന ജസ്റ്റ് ഒന്ന് എടുത്താൽ തന്നെ അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്യണം എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ആ കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടുമേ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുക്കുന്നതൊക്കെ നല്ല ലാഗായി, സ്റ്റാർട്ട് ചെയ്തതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. മറ്റേ പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഇത്തിരി വെള്ളത്തിലായെന്നാ തോന്നുന്നത്. അപ്പോൾ എനിക്ക് കമൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്, ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്ന ആ കമൻറ്റ് കാണുമ്പോഴത്തേക്കും ക്ലാസ് അവർക്ക് വേണ്ടിയെങ്കിലും കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും അതങ്ങോട്ട് കണ്ടിന്യൂ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ 2024 കുറച്ച് അച്ചീവ്മെന്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഫസ്റ്റ് ടൈം കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ഓഫ് കോഴ്സ് ഞാൻ BSc നഴ്സിംഗ് പാസ്സായത് 2024 സെക്കൻഡ്ലി ഞാൻ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ ഹെയർ കളർ ചെയ്യുക എന്നുള്ളത്. കാണാൻ പറ്റുമോ? റെഡ് ആണ് കളർ ചെയ്ത് കേട്ടോ. ഞാൻ കോഫി ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയതിന് ശേഷം പെട്ടെന്ന് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്താൽ ഞാൻ റെഡ് കളർ അടിച്ചിട്ടാണ് വന്നത്. അമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. ദൈവമേ എന്ത് പറഞ്ഞിട്ടാണ് പോയത്, ഇവിടെ എന്തോ റെഡ് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് ഞാൻ റെഡ് കളറാണ് അടിച്ചത്. ഇപ്പോൾ ആ റെഡൊക്കെ പോയി ഇപ്പോൾ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6 months എബോ ആയതുകൊണ്ട് തന്നെ കളർ പതുക്കെ ഫെയ്ഡായി പോകും. അപ്പോൾ ഇപ്പോൾ ഒരു കോഫി ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ്ലി ഹെയർ ഞാൻ കളർ ചെയ്തത് 2024 ദെൻ ഞാനൊരു ആർട്ട് ജേർണൽ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2024. പക്ഷെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും പറ്റില്ല. ഞാൻ വരയ്ക്കുന്നത് എന്താ പറയുക, കുറച്ച് പ്രൊഫഷണലാണ് വരയ്ക്കുന്നതിൽ. കുറച്ച് ടൈം ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യും വരയ്ക്കാൻ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹോബിയാണ് വരയ്ക്കുക എന്നുള്ളത്. എക്സ്പെഷ്യലി ജേർണലായിട്ടൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ആർട്ട് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ബട്ട് അതിനും എനിക്ക് സമയമില്ല. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആൻഡ് സക്സസ്ഫുള്ളി ഞാൻ കുറേ പേജസ് ഞാൻ കാണിച്ചു തരാം സംഭവം. അപ്പോൾ കുറേ പേജസ് ഞാൻ ചെയ്തായിരുന്നു. സെപ്റ്റംബറിലാണ് ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. എനിവേ സെപ്റ്റംബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ജേർണൽ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ആർട്ട് ജേർണൽ പോലെയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് സെപ്റ്റംബർ ഓഗസ്റ്റിലൊക്കെ ആയി. അപ്പോൾ ഓരോ മന്തിലും 1 or 2 വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതൊക്കെ ഞാൻ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ ചരിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആർട്ട് ജേർണൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ 2024 ചെയ്തായിരുന്നു. ഇതിനകത്ത് വലുതായിട്ട് എഴുതിയിട്ടില്ല. ഇനി വേണം ഇരുന്ന് എഴുതാൻ. അത് എഴുതാനുള്ള ഇതൊന്നുമില്ല. വരയ്ക്കാനാണെങ്കിൽ ഓക്കെ, എഴുതുക അത്ര എനിക്ക് പിടിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒക്ടോബർ ആൻഡ് ഡിസംബറും ചെയ്തിട്ടുണ്ടായിരുന്നു. നവംബർ ഡിസംബർ ഓക്കെ. അങ്ങനെ ഇത്തിരി വരയ്ക്കലും പരിപാടികളും ഒക്കെ ഞാൻ 2024 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. നൈറ്റ് ഡിന്നർ കഴിക്കാണ്ട് ഉറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അങ്ങോട്ട് ഫുഡൊന്നും അത്ര ഇഷ്ടമില്ലാതൊക്കെ വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു 2024. അങ്ങനെ കടന്നുപോയി. ഇപ്പോൾ പ്രസന്റ്ലി 2025 ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. B1 പഠിക്കുവാണ്. ജർമ്മൻ ലാംഗ്വേജിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ച ഒരു എക്സ്പീരിയൻസിൽ ഭയങ്കര പാടാട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ വിചാരിക്കുകയായിരുന്നു എൻ്റെ പഠിക്കാനുള്ള കഴിവ് നഷ്ടമായോ എന്നെനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ല. കാരണം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4th ഇയറിലൊക്കെ ഈ OBG, കമ്മ്യൂണിറ്റി, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം തന്നെ ഇങ്ങനെ പഠിച്ചപ്പോൾ പോലും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നില്ല. ആ സമയം പോലും ഞാൻ വരച്ചും ജേർണൽ ചെയ്തൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒന്നിനും സമയമില്ല. അതിൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ രാത്രി 10 മണി 11 മണിയാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ട്
ഒന്ന് ഒതുങ്ങിപ്പോയി ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ജർമ്മൻ ലാംഗ്വേജിലേക്കുള്ള ഒരു ജേർണി. പിന്നെ 2024 കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ 2025 കുറച്ചും കൂടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ വൈസ് ഒക്കെ ഉള്ള ഒരു ഓവറോൾ വ്യൂവും കാര്യങ്ങളും ഒക്കെ 2025 ഞാൻ ഇട്ട് തരാം. കാരണം സെപ്പറേറ്റ് ആയിട്ട് വലിയ വലിയ ക്ലാസ്സുകളൊന്നും ഇടൽ ഇനി നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വലുതായിട്ടുള്ള ഒരു ഓവറോളും പിന്നെ എൻ്റെ കയ്യിലുള്ള നോട്ട്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യും, കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തു തരാം. എനിക്ക് ചെറിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ഡ്രോയിങ്സ് അല്ലെങ്കിൽ ജേർണൽ ചെയ്യുന്നത് ആ വക കാര്യങ്ങൾ വീഡിയോ ഇടണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ജേർണൽ ചെയ്യുക, പിന്നെ ഡ്രോ ചെയ്യുക, വരയ്ക്കുക, ക്രാഫ്റ്റ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ എടുത്ത് ലൈക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് ഒരു ദിവസം ഞാനൊരു നഴ്സിംഗ് വീഡിയോ ചെയ്തു ആൻഡ് അതാണ് അങ്ങ് ക്ലിക്കായത്. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും പിന്നെ ഒത്തിരി കമൻസ് വന്നതും ഒക്കെ നഴ്സിംഗ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോ ഒന്ന് ഇതാകുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ അത് മാത്രം ആയിട്ടാണ് ചെയ്യുന്നത്. ബട്ട് 2025 ഐ തിങ്ക് കുറച്ചുകൂടെ ഞാൻ വ്ളോഗ്സിലോട്ടും പിന്നെ കുറച്ചുകൂടെ ഞാൻ എൻ്റെ ഡ്രോയിങ്സിലോട്ടും ജേർണൽസിലോട്ടും ഒക്കെ പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് കണ്ടതാ ഈ ഒരു എൻഡ് വരെ കണ്ടവർക്ക് വെരി താങ്ക് യു ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും ടാറ്റാ.